അതിലൊരെണ്ണം വർക്ക് ചെയ്യുന്നില്ല, അതാണ്. മറ്റു 3 ക്യാമറ വർക്ക് ചെയ്യുമല്ലോ. അതുണ്ട്. പിന്നെ ആ രാജീവ് എന്ന പ്രതി ഉണ്ടല്ലോ, എല്ലാം മൊഴിയെടുക്കണം, കാര്യങ്ങളെല്ലാം ഫാസ്റ്റ് ആക്കണേ. മേളിൽ നിന്ന് പ്രഷർ എനിക്കാണല്ലോ. ആ വരൂ. നമസ്കാരം. നമസ്കാരം. എന്താ? ഞങ്ങൾ ക്ലബ്ബിൽ നിന്ന് വരുന്നതാണ്. ക്ലബ്ബിൽ നിന്ന്. ഏത് ക്ലബ്ബ്? ഞങ്ങൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ്. ക്ലബിന് പേരില്ലേ? ഉവ്വ സാർ, ഹെർക്കുലീസ്. എന്താ അവിടെ അടിപിടിയ പ്രശ്നമെല്ലാം ഉണ്ടായ? ഇല്ല സാർ, അടിപൊളിയൊന്നുമില്ല. പിന്നെ അടുത്ത മാസം ഞങ്ങളുടെ ക്ലബിന്റെ വാർഷികമാണല്ലോ. സാറെ ക്ലബിന്റെ വാർഷികത്തിന് ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. ആ അടുത്ത മാസം ഡേറ്റ് ഏതാണ്? 29-ാം തീയതി സാറേ. 29 അല്ലേ? 29-ന് ഞാനേ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പറയാം. എനിക്ക് എത്താൻ പറ്റില്ല എന്നുള്ളത് 1-2 കാര്യങ്ങളുടെ ഇതുണ്ട് കേട്ടോ. അയ്യോ, സാറിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാനല്ല, CSR ഉണ്ടല്ലോ, CSRന്റെ റീലല്ലേ ഭയങ്കര ഹിറ്റ്. CSRനെ കൊണ്ട് ചെയ്യിക്കാനാണ് സാറേ. സാർ അവിടെ ഉണ്ട്, അങ്ങോട്ട് പോക്കാം. ഓക്കെ, താങ്ക് യു. സാറിന്റെ ചാൻസാണ് പോയത്. കുഴപ്പമില്ല സാറേ. ഇല്ല. അതെ അതെ, സാർ ചെയ്ത് ഓരോ റീലും ഇപ്പൊ കത്തി കയറുകയാണ്. എന്റെ നാട്ടിലൊക്കെ സാറിന് ഇഷ്ടം പോലെ ആരാധകരുണ്ട്. നമ്മൾ ഈ വക പരിപാടി ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടുള്ളത്. പാവം കാണിക്കണ കോപ്രായത്തിനെ എനിക്ക് കാണിക്കാൻ പറ്റുമോ? അല്ല, ഞാൻ പറയും ഇങ്ങനെ പോയാൽ എന്തായാലും 1 മില്യൺ ഉറപ്പാണ്. മന്മഥൻ സാറിന് ഇപ്പൊ വലിയ ലൈഫൊന്നുമില്ല. അല്ല, അത് കാണിക്കുന്നത് എന്നാണത്. ഇവരൊക്കെ വിചാരം നമുക്ക് കലാബോധം ഇല്ലാന്നാ. നമ്മള് സർവീസ് ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ, അതുകൊണ്ടാ നന്നായിട്ടുണ്ട് അല്ലേ? പിന്നെ അടിപൊളിയായിരുന്നു. സാറിനോട് എനിക്കൊരു റീൽ ചെയ്യാം. ചെയ്യാം, പിന്നെന്താ, അത് ചെയ്യാം. സാറിന്റെ റീൽസൊക്കെ ഒരു കാലത്ത് എത്ര പേര് കണ്ടപ്പോ ആരും ഇല്ല. വേണം സുഹൃത്ത, അയാൾ കാണിക്കുന്ന റീൽസാണ്. അയാൾ പേക്കൂത്തല്ലേ കാണിക്കുന്നത്, പേക്കൂത്ത്. അയാളോട് നിങ്ങൾ കുടിക്കോ കേട്ടോ. അല്ല സാറേ, എനിക്കതില് ഒപ്പരുടെ കൂടെ കളിക്കാൻ ഒരു താല്പര്യമില്ല. മാരേജ് ദിവസമല്ലേ, പറഞ്ഞു കേട്ടിലേക്ക് തൊട്ട് തെറിച്ചാലോ? ഇത് താളവും ഇല്ല, ബോധവും ഇല്ല, ഒന്നുമില്ല. ഇത്രയും പേര് ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോ എന്ത് ധൈര്യത്തിലാണ് ഹെൽമെറ്റ് ചേട്ടത്? സാറേ, അത് പിന്നെ പൊട്ടിപ്പോയി സാറേ. പൊട്ടിപ്പോയാ പൊട്ടി എന്ത് ചെയ്യും സാധാരണ? വേറെ മേടിക്കാറില്ലേ? വേറെ വാങ്ങാൻ പോകാണ് സാറേ. സാർ മറ്റേ റീലിയെന്ന സാറല്ലേ? അല്ല, ഇപ്പൊ റീൽസ് ഒന്നും കാണാനില്ല, നല്ല രസമുണ്ടായിരുന്നു. എന്റെ റീൽസ് കാണാൻ നിനക്ക് ഉറക്കം വരില്ലേ? അല്ല, നല്ല ഉഗ്ര ആക്ടിങ് ആയിരുന്നു. ആയിക്കോട്ടെ, അതുകൊണ്ട് നിനക്ക് ഹെൽമെറ്റ് വെക്കണ്ടെന്നാ? അല്ല, ഹെൽമെറ്റ് വാങ്ങാൻ വേണ്ടി പോണേ. വെളച്ചിലെടുക്കരുത്. എന്താ മന്മഥ, എന്താ സാറേ ഹെൽമെറ്റ് ഇല്ല. ആണോ കിട്ടണത് മേടിച്ചു. എന്നെ പോലെ അല്ല സാറ്. നീ എന്താ ഹെൽമെറ്റ് വെക്കാത്ത? അത് സാറേ പൊട്ടിപ്പോയി സാറേ, പൊട്ടിപ്പോയ വേറെ കഴിക്കാനില്ലേ? അല്ല, വാങ്ങാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. ഇന്നിപ്പോ ഇറങ്ങിയാണോ നീ ഹെൽമെറ്റ് മേടിക്കാൻ? അല്ല, സാറ് മറ്റേ റീലൊക്കെ ചെയ്യണ കോയ സാറല്ലേ? മറ്റേ ഈ ഇടയ്ക്ക് വൈറലായ ഒരു വീഡിയോ, ഒരു സിംഹാലയം കാട്ടിൽ. അതിന്റെ ഒരു ആക്ഷൻ എടുത്ത് സാറേ, മറ്റേ ആ സിംഹത്തിന്റെ, അത് ഗംഭീരമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അത് എങ്ങനെ പറ്റും? അത് ഭയങ്കര റിയാലിറ്റിയാണ്, അത് കാണാൻ തന്നെ ഒരു സുഖമാണ്. അല്ല, അതിനൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണല്ലോ. ഈ നേരിട്ട് കാണുമ്പോൾ ചൂടൻ സാറൊന്നും അല്ല. നമ്മ യൂണിഫോം ഇടുമ്പോ അതിന്റെ ഒരു ഇതില് ഒന്ന് അഭിനയിക്കണത്. ശരിക്കും ഞാൻ സോഫ്റ്റാ. എന്താ ഹെൽമെറ്റ് ഇപ്പൊ മേടിക്കാൻ പോവാണോ? ഇപ്പൊ പോവാ, നേരെ ഇപ്പൊ കടയിൽ പോയി വാങ്ങുക. എന്നാ വേഗം പോയി മേടിച്ച് വെക്കേ. ഓക്കെ, ശരി. ഞാൻ വലിയൊരു ഫാനാണ്, ഭയങ്കര ഒരു ഫാനാണ്. ഞാൻ ഈ വീഡിയോയുടെ അടിയിലെ കമന്റ് ഒക്കെ ഇടും, മറ്റേ ഫയറിന്റെ ഒക്കെ. ശരി, ആയിക്കോട്ടെ. എന്നാ ശരി 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 സാർ, മേടിച്ച് വെക്കേ. വായിക്കാം. പിന്നെ നമുക്ക് സെൽഫി എടുക്കണോ? സെൽഫി കുഴപ്പമില്ല സാർ. അല്ല, എടുത്തോ. എടുത്തോ, ഒരെണ്ണം എടുത്തോ.
ശരി സാറേ പെറ്റി കൊടുക്കണ്ടേ? ആ കുഴപ്പമില്ല, നമുക്ക് പരിചയമുള്ള വേന ഇപ്പൊ മേടിക്കാൻ പോവാ, ഹെൽമെറ്റ് മേടിക്കാൻ പോവാ. അത് മേടിച്ചു വെച്ചോളൂ, കുഴപ്പമില്ല, മേടിക്കാൻ പോവാ. മേടിക്കണം കേട്ടോ, മേടിച്ചു വെക്കണം. ശരി, കാണണം കാണണം. സാറെന്താ കഴിക്കൂ സാറേ. അങ്ങനെ സാറേ സാറേ കരയല്ലേ സാറേ, ആൾക്കാർക്ക് ശ്രദ്ധിക്കൂലേ സാറേ? ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ കരയല്ലേ, എന്തിനാ കരയണ്? എങ്ങനെ കരയാണ്ടിരിക്കും? ഈ റീൽസിന്റെ ആയിട്ട് ആദ്യം സ്കൂൾ കൊണ്ടുവന്നത് ആരാ? എല്ലാവരും സമ്മതിപ്പിച്ചത് ആരാ? ഞാനാ. ഇത് ഷൂട്ട് ചെയ്ത ആരാ ആന്റണി? അത് മാത്രം പറയാൻ പുണ്യം. അവസാനം ഒരു കറിവേപ്പില പോലെ പുറത്തു കളഞ്ഞു. ഒരു കുഞ്ഞു വേഷത്തിനെങ്കിലും അവരെന്നെ വിളിച്ചോ. സാറിനൊരു കുഞ്ഞു വേഷത്തിലെങ്കിലും അഭിനയിപ്പിക്കണമെന്ന് ഞങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ CSR സമ്മതിക്കണ്ടേ? എന്റെ ഉണ്ണി അവര് വിളിക്കാത്തതിൽ നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടണേ? എങ്ങനെ സങ്കടപ്പെടാതിരിക്കും സുഗത? ഞാൻ എങ്ങനെ സങ്കടപ്പെടാതിരിക്കും? സോഷ്യൽ മീഡിയയിൽ സൂപ്പർ സ്റ്റാർ ആയിട്ട് നാളായി മന്മഥൻ. ഓലവരത് എന്നെ സൈഡാക്കില്ലോ, ഞാൻ ആരും അല്ലാതായില്ലടോ. സുധാ, തനിക്കൊരു കാര്യം അറിയാമോ? സ്കൂൾ വിട്ട് 4 മണിക്ക് വരാതെ ഞാൻ കാത്തു നിൽക്കും. എന്തിനാന്നറിയോടോ സുഗത തനിക്ക്? ആ റീൽസിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്നെ അവിടെ വിളിച്ച് എന്റെ മുഖം കൂടി ഒന്ന് കാണിക്കുമെന്ന്. പക്ഷേ ഒരുത്തനും വിളിച്ചില്ല. എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ചതിച്ചു. ചതി അത് ഉണ്ണി കൊടുക്കില്ല. തൊട്ടിന്റെ പണി കൊടുക്കുവാൻ. റീൽസ് ചെയ്യുന്നവരോട് എനിക്കിപ്പം ദേഷ്യം. ഞാൻ റീൽസ് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഒരു പാർട്ടി റീൽസ് ചെയ്യണ്ട. സാറെ കരയല്ലേ? നോക്ക്, സാർക്ക് വിഷമം വരുമ്പോ ഞാൻ കൂടെ ഉണ്ടാവും. അപ്പൊ സാർ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഇവിടെ വന്നിരിക്കാം. എന്നിട്ട് സാറിന്റെ കൂടെ ഇതേമാതിരി വിഷമം ഞാൻ പങ്കുചേരാം. மதம் கொண்ட யானை என்ன செய்யும் தெரியுமா? இனம் கொண்ட சிங்கத்திடம் தோற்று ஓடு. மனம்தான் மகாதேவி. डमाले डमाले डुमिले डुमिले हे डुमिले डुमिले डमाल
ഹലോ. ഹലോ, മന്മോഹൻ സാറല്ലേ? അതെ, പറയൂ, ആരാ? ഇതാ ഒരു അജ്ഞാത കോളാണ് സാർ. ഞാൻ കാര്യം പറ. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത കേരളം നല്ല സാർ, ഇപ്പൊ ഒരു പാവ അജ്ഞാതൻ. പേരറിയണ്ട, താൻ കാര്യം പറഞ്ഞോ. സാറിന്റെ മകൾ പഠിക്കുന്ന GVHS പൂച്ചക്കാടിൽ വൈകുന്നേരം 4 മണിക്ക് ശേഷം എന്താണ് നടക്കുന്നത് സാറിന് അറിയോ? അവിടെ എന്താ നടക്കുന്നത്? അനാവശ്യം. അനാശാസ്യമാണ് സാറേ, അനാശാസ്യം. അനാശാസ്യം? അതെ സാറേ, വൈകുന്നേരം 4 മണിക്ക് ശേഷം അധ്യാപകർ നടക്കുന്ന അഴിഞ്ഞാട്ടാണ് സാർ, അഴിഞ്ഞാട്ടം. അഴിഞ്ഞാട്ടോ? അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടിയുടെ ഭാവിയെ കുറിച്ച് സാറിന് എന്തെങ്കിലും മനസ്സിലായോ? എന്റെ സാറേ, സാറിന്റെ മകളാണല്ലേ പഠിക്കുന്നത്, അവിടെ ഭാവി മാത്രം സാർ ആലോചിച്ചാൽ മതി. സാറിന് ഇത് ബോധ്യപ്പെടണമെങ്കിൽ സാറ് നേരിട്ട് വൈകുന്നേരം 4 മണിക്ക് ശേഷം സ്കൂളിലേക്ക് വരണം. അതെ സാർ, വരണം സാറാ എന്ന് പാവ അജ്ഞാതൻ. ഞാൻ അന്വേഷിച്ചോളാം. ശരി. പ്രസിഡന്റ് എന്താണ് ഇവിടെ കാണിക്കുന്നത്? എത്ര നേരം ഇവിടെ കാത്തിക്കാൻ തുടങ്ങിയിട്ട്? മന്മഥൻ സാർ ഇപ്പൊ എത്തും, ഞാൻ വിളിച്ചിട്ടുണ്ട്. സാറ് കൂടി വന്നിട്ട് ഒരു പോലീസൊക്കെ ഉണ്ടാകുമ്പോ ഈ വിഷയമൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റൂ. നമ്മളെ പിള്ളേർ പഠിക്കുന്ന സ്കൂളാണ്. അറിയാം, എന്റെയും പിള്ളേരിന് മന്മഥൻ സാറേയും കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ സാറേയും വിളിച്ചത്. കുട്ടികളെ എങ്ങനെ വിശ്വാസികൾ വിടും ഇവിടെ നമ്മള്? എന്തായാലും സാറ് വരട്ടെ, ഇപ്പൊ എത്തും. ഒരു കുഞ്ഞ് വേഷം പോലും തരാതെ ഞാൻ പറഞ്ഞ റീലിയേറ്റ് മന്മഥൻ സാർ വാ, എല്ലാറ്റിനും അറസ്റ്റ് കോടതി കാട്ടി ഞാൻ റീല് ചെയ്യുന്ന ഒരു കുറഞ്ഞ ജീവ വരി എന്തെങ്കിലും അവസാന ശ്വാസം വരെ പോരാടെ ഞാൻ ഉണ്ണി വെറും പ്യൂണല്ല എന്ന് മനസ്സിലാക്കണം. ഇവിടെ പോലീസും കൂടി വന്നാൽ ഇതിനൊരു ഇതുണ്ടാവും, അതുകൊണ്ട് മന്മഥൻ സാർ വരട്ടെ എന്ന് പറയുന്നത്. ആ സാർ എത്തിയല്ലോ. നമസ്കാരം സാർ. നമസ്കാരം. ആരെങ്കിലും കണ്ടിരുന്ന? ഇല്ല, കണ്ടില്ല. സാറ് വെയിറ്റ് ചെയ്യരുത് ഞങ്ങള്. ഇത് ആരാ വിളിച്ചു പറഞ്ഞ നിങ്ങളൊക്കെ? ഞങ്ങളോട് പേരൊന്നും പറഞ്ഞില്ല. ആ സാറോട് പറഞ്ഞോ? ഇല്ല, എന്നോടും ഒരു അജ്ഞാത കോളെന്ന് പറയണ സംസാരിച്ചത്. മന്മഥൻ സാർ? അയ്യോ, മന്മഥൻ സാർ ഈ സമയത്ത് ഈ സമയത്ത് എന്താ PTA പ്രസിഡന്റ് ഉണ്ടല്ലോ, എന്താ സാറേ? ഇവിടെ എന്താ അനാശാസ്യം നടക്കുന്നു ഫോൺ വന്നിരുന്നു. ഫോൺ വന്നു? ഞങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ട്. ഓ, അത് ശരി. ഈ സ്കൂളാണ് സാറേ? ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞാ വന്നേ. എന്റെ മോള് പഠിക്കുന്ന സ്കൂളിലാണല്ലോ. അതെ, അവിടെ നിന്നും പറയാൻ വന്നത്. ആരാ സാറേ വിളിച്ചേ? വിളിച്ചത് ആരായാലും അത് ഞാൻ കണ്ടുപിടിച്ചോളാം. ഇനി നമ്മളെ പറ്റിക്കാൻ വേണ്ടി അങ്ങനെ വിളിച്ചാണെന്ന് അവനുള്ള പണി ഞാൻ കൊടുത്തോളാം. ഒരു കാര്യം PTA പ്രസിഡന്റ് വാ, നമുക്കൊന്ന് പോയി നോക്കിട്ട് വരാം. അതൊക്കെ ശരിയാവും, ഞങ്ങളോട് വരാം. ഞങ്ങളുടെ പിള്ളേർ പഠിക്കുന്ന സ്കൂളല്ലേ? അതെ, ഞാനും സാറും കൂടി പോയിട്ട് വരാം. സമാധാനമായിട്ട് നിൽക്കുക. ഞങ്ങൾ പോയി നോക്കിട്ട് എന്താ വെച്ചാ പറയാം. സാറിന്റെ കൃത്യനിർവഹണത്തിന് ഒരു തടസ്സവും വരാതെ ഞാൻ നോക്കിക്കോളൂ സാറേ. അതെ, അജ്ഞാത കോളായിരിക്കും. കാരണം കേരളത്തിലേക്ക് അജ്ഞാത കോൾ വിളിക്കേണ്ട ആവശ്യമില്ല, ഉത്തരേന്ത്യനായിരിക്കും. പക്ഷെ പറയുന്നതല്ല കറക്റ്റ് ആയിരിക്കും ചിലപ്പം. അജ്ഞാത കോൾ അജ്ഞാതിനെ വെറുതെ വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ല. സത്യം അറിയണമല്ലോ എല്ലാരും. അതെ, സാറ് കണ്ടുപിടിച്ചോളൂ, അത് കറക്റ്റ് ആയിരിക്കും. വെറുതെ ഒരാളിങ്ങനെ വർത്താനം പറയുന്നു, അത് കണ്ടുപിടിക്കണം, പിടിച്ചേ പറ്റൂ. I'm so ready, keep on me, oh brother me, running me, lead lips what the running, young guy, beloved young guy, me done is sing guy, bye, and glory I, oh bye, retarded divine, oh mama, wait, mama lama, oh mama, wait, mama lama. Oh mama, wait, mama, yeah. Oh mama, wait, mama, എന്താ പരിപാടി ഇവിടെ?
എല്ലാരും ഒന്ന് പുറത്തിറങ്ങേ. എന്താണ് മാഷന്മാരും ടീച്ചർമാരും പുറത്തോട്ട് വന്നേ. എന്താ പക്ഷേ ഒന്ന് വന്നേ, ഇങ്ങോട്ട് പുറത്തോട്ട് വാ. എന്താണ് അതല്ല ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പോയപ്പോ എന്താ അവസരന്റെ ഇതാണല്ലോ ഇവിടെ പരിപാടി. എന്താ പരിപാടി? ഇതൊരു സരസ്വതി ക്ഷേത്രമാണെന്നുള്ള കാര്യം അധ്യാപകർക്ക് അറിയോ? സരസ്വതി ക്ഷേത്രം റോഡിന്റെ അപ്പുറത്ത് അത് സ്കൂളല്ലേ? ഇജാതി മാഷന്മാരാണ് സ്കൂളിൽ പഠിപ്പിക്കണേ. എന്തിപ്പോ എന്താണ് ഇവിടുത്തെ മാഷന്മാരെ പറ്റി ഒരു പരാതി വന്നിട്ടുണ്ട് സ്റ്റേഷനിൽ. ഇവിടെ അഴിഞ്ഞാട്ടം നടക്കുന്നുണ്ടെന്ന്. ഞാൻ മാത്രമല്ല, പുറത്ത് ഒരുപാട് രക്ഷകർത്താക്കളുണ്ട്. സാറേ ഞങ്ങള് റീല് ചെയ്യാൻ ഇവിടെ വാക്കുകളും മിണ്ടരുത്. അധ്യാപകര് റീല് ചെയ്യേ. സാറെന്ത് വർത്താനം പറയണ? ഞങ്ങള് കഴിഞ്ഞ തവണ ചെയ്ത അടിയെ കൊല്ലിതേ എത്ര വ്യൂവേഴ്സ് എന്നറിയാമോ? 1 million. ഈ നിലയ്ക്കാണ് നിങ്ങൾ പോണെങ്കിൽ വൈകാതെ തന്നെ ഇവിടുത്തെ രക്ഷകർത്താക്കളും നാട്ടുകാരും കൂടെ നിങ്ങളെ അടിച്ച് കൊല്ലും. ഈ തോന്നിയ ദിവസം ഇവിടെ നടക്കൂല. സാറേ എന്ത് തോന്നിയാസാ സാറ് പറഞ്ഞത്? റീല് ചെയ്യേണ്ട തോന്നിയാസാണോ? പക്ഷേ ഇവിടെ ഞങ്ങൾ കുട്ടികളെ വിടുന്നത് എന്തിനാണെന്നറിയാമോ? അവർക്ക് ഇച്ചിരി വിവരവും വിദ്യാഭ്യാസവും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള നിങ്ങൾ ഈ തോന്നിയാസം കാണിച്ച് അവര് ഞങ്ങളെ കുട്ടികളെ എങ്ങനെ വിശ്വസിച്ച് ഇങ്ങോട്ട് വിടും? റീല് ചെയ്യണേല് എന്താ തോന്നിയ സാറേ സാറൊരു കാര്യം മനസ്സിലാക്കണം. രാവിലെ മുതൽ ഈ കുട്ടികളോട് മുഴുവനെ മല്ലിട്ടിട്ട് മാനസികമായിട്ട് ആകെ ടെൻഷനായിട്ടാണ് അധ്യാപകർ ഇരിക്കുന്നത്. ആ സമയത്ത് ലേശം ഒരു റീല് ചെയ്തു എന്ന് വിചാരിച്ചാൽ എന്താ കുഴപ്പം? പക്ഷേ ഞാൻ വർക്ക് ചെയ്യണത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ്. അവിടെ ഇല്ലാത്ത മാനസിക സമ്മർദ്ദമൊന്നും എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കോ? ഞങ്ങൾക്ക് ആഴ്ചയിൽ 5 ദിവസം ജോലി ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല, ഇപ്പൊ 6 ദിവസം വർക്ക് ചെയ്യണം. ഇതൊക്കെ ആവാന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? പറഞ്ഞിട്ടുണ്ടല്ലോ. മന്ത്രി പറഞ്ഞു. ഇപ്പൊ എല്ലാ ഓഫീസിലും മന്ത്രി പറഞ്ഞുള്ള ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇങ്ങനെ തോന്നിയാസം കാണിക്കുന്നത്. എന്നാൽ ഈ തോന്നിയാസം ഇവിടെ നടക്കൂല. 4 മണിക്ക് സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ പോയതിനു ശേഷം അതെ, അത് തന്നെയാണ് പരാതി വന്നേക്കുന്നത്. ഇപ്പൊ കുട്ടികൾ പോയി കഴിഞ്ഞിട്ട് മാഷന്മാരും ടീച്ചർമാരും ഇവിടെ കഥ കടച്ചിട്ട് ഇതിനകത്ത് അനാശാസ്യം പുറത്ത് വിളിച്ചോണ്ട് പോവാന്നുള്ള നിലവിടും. പിന്നെ ടീച്ചർ വലിയ ഇതാവൊന്നും വേണ്ട കേട്ടാ. ഇത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ നിങ്ങൾ വിചാരിക്കണ്ട. ഇതിനെതിരെ എനിക്ക് ഇവിടെ MLA-യും മന്ത്രിയൊക്കെ എനിക്ക് അറിയാന്നുള്ളവരുണ്ട്. എന്താ ചെയ്യാൻ പറ്റുന്നത് ഞാൻ കാണാം. ഈ പോസ്റ്റിന് പിറകെ നിനക്ക് പോസ്റ്റ് വരുന്നു. പോസ്റ്റല് നിന്റെ സസ്പെൻഷൻ ഇതിന്റെയൊക്കെ അവസാനത്തെ റീലായിരിക്കും. MLA അടുത്ത് പോകണം. പോയി കാണാം. അല്ല മാഷ് പ്രശ്നമാവും.